ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പോകുന്നു കേട്ടോ. കാരണം നമ്മുടെ ഫാമിലി ആണെങ്കിൽ 26K എബോ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഉടനെ തന്നെ വരും. അമ്മ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ചക്കപ്പഴമൊക്കെ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ ചക്കപ്പഴം വരട്ടാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് മയക്കുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ ചട്ടി മയക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഉച്ചക്കത്തേക്കിന് വേണ്ടിയിട്ട് ഞാൻ പയറ് മെഴുക്കുരട്ടി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പയറ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മൾ മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് ചോറ്, മോരുകറി, പയറ് മെഴുക്കുരട്ടി, മീൻ കറി. മീൻ വറക്കാനായിട്ടാണെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കപ്പയും വേവിക്കുന്നുണ്ട്. അപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാനൊന്ന് കഴുകി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ തേങ്ങയൊക്കെ ചിരണ്ടി തന്നായിരുന്നു മീൻ കറി വെക്കാനായിട്ട്. അപ്പോൾ ഇതിനും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സ്ലാബേ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയാണ്. എൻ്റെ രണ്ടാമത്തെ ചേച്ചി കോയമ്പത്തൂരുള്ള ദീപ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെയാണെങ്കിലും നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പ്രശാന്തേൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുകിട്ട് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് വഴറ്റി അത് നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ തേങ്ങ അരയ്ക്കുന്നത്. ഇത്തിരി ഇഞ്ചിയും കൂടി ഇടും. പിന്നെ പുളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കും. അപ്പം ഇത് വന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പുതിയ ചട്ടി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. നമ്മൾ വന്ന സമയത്ത് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇതുവരെ അത് മയക്കാനായിട്ടുള്ളൊരു സമയം കിട്ടില്ലായിരുന്നു. അപ്പോൾ അത് മയക്കാമെന്ന് വിചാരിച്ച ചട്ടി ഞാൻ കഴുകിയെടുത്താണ്. നമ്മൾ 2 ചട്ടിയായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മയക്കിയെടുക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാട്ടോ. അപ്പം 2-3 ദിവസത്തോളം നമ്മൾ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കും. ഒരു ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആ കഞ്ഞിവെള്ളം മാറ്റിയിട്ട് രണ്ടാമതൊഴിക്കും. അങ്ങനെ 3 ദിവസം നമ്മളിതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനങ്ങനെ ഒരു ട്രിപ്പ് ഒരു ചട്ടി അങ്ങനെ മയക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ അടുത്ത ചട്ടിയാണ് കേട്ടോ മയക്കുന്നത്. അപ്പം 3-4 ദിവസം നമുക്കിങ്ങനെ കഞ്ഞിവെള്ളം മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. ഒരു വട്ടം കഴുകി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റിയാൽ മതിയാകും. അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ മാറ്റി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ പിടിപ്പിച്ച് വെക്കും. ഇതിങ്ങനെ ഞാൻ എണ്ണ പിടിപ്പിച്ച് വെച്ചിരുന്ന ചട്ടിയാണ് കേട്ടോ. നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ആ തേച്ച് പിടിപ്പിച്ച എണ്ണ നന്നായിട്ട് വറ്റി ഡ്രൈ ആകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിൽ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് അത് നമുക്ക് കളയാം. എണ്ണയൊഴിച്ച് ഇപ്പോൾ ഒരു മെഴുക്കുരട്ടിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പോലെ വല്ല പൊട്ടറ്റോ ഒക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. അതിനുശേഷം അത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ചട്ടി എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മീൻ കറി വെക്കാനാണെങ്കിലും തീയൽ വെക്കാനാണെങ്കിലും എന്തിനു വേണമെങ്കിലും. അങ്ങനെ ഒരു ചട്ടി മയക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ചട്ടി നമ്മൾ മയക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കഞ്ഞിവെള്ളം മാറുന്ന സമയത്ത് നമ്മൾ 3 ദിവസം അടുപ്പിച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കും. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കളയത്തില്ല കേട്ടോ. അത് മൊത്തമായിട്ട് തന്നെ നമ്മൾ എടുക്കും. എന്നിട്ട് ആ ഒരു ചട്ടിയിലേക്ക് നിറച്ചൊഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞിവെള്ളം ഊറ്റിക്കളയാതെ ചെരുവത്തിലേക്ക് തന്നെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ അതവിടെ ഇരുന്ന് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ അത് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ചട്ടി ഉപയോഗിക്കാം. അങ്ങനെയാണ് ഞാൻ ചട്ടി മയക്കി എടുക്കാറ്. അപ്പോൾ ഇത് മയക്കിയ ചട്ടിയിലാണ് കേട്ടോ ഇപ്പോൾ മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കപ്പയും അവിടെ വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പൊക്കെ അരച്ചതിന് ശേഷം അത് മൂടി വെച്ചിട്ടുണ്ട് അരപ്പ് വേവാനായിട്ട്. അപ്പോൾ ഇന്ന് മീൻകറി തേങ്ങ അരച്ച് വയ്ക്കുന്നത് കിളിമീനാണ് കേട്ടോ. അപ്പോൾ കിളിമീൻ കഴുകി വൃത്തിയാക്കി അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മീൻ കറിയിലേക്ക്. ഇത് കപ്പയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു മീൻ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ കറിയും വെച്ചു. പിന്നെ മീൻ ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പം മീൻ ഫ്രൈ ചെയ്യേണ്ട, കറി മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് നിന്നില്ല. അമ്മ പപ്പടവും കൂടെ കാച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറി എന്ന് പറയുന്നത്. അങ്ങനെ കറികളെല്ലാം റെഡി ആയി കഴിഞ്ഞ് പിന്നെ പാത്തുവിനെ കുളിപ്പിച്ച് അമ്മ പാത്തുവിനെ ഇരുത്തി ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പാത്തു കാർട്ടൂണൊക്കെ കണ്ട് മീൻകറിയൊക്കെ കൂട്ടി ചോറുണ്ണുന്നുണ്ട്. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങ അരച്ച മീൻകറി. അപ്പോൾ അതുകൊണ്ട് അവൾ വഴക്കില്ലാതിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് മോരുകറി, പയറ് മെഴുക്കുവരട്ടി, തേങ്ങ അരച്ച മീൻകറി, പപ്പടം, കപ്പ വേവിച്ചത്, അതുപോലെ തന്നെ ചോറ്, ഇത്രയായിരുന്നു. പിന്നെ കാന്താരി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ചവിട്ടുപടികളും വിജയം കൈവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ അംഗീകരിക്കാറുണ്ട് അല്ലെങ്കിൽ അനുമോദിക്കാറുണ്ട്. എന്നാൽ ചില ആളുകളാവട്ടെ നമ്മളെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. അതിന് കാരണം മറ്റൊന്നുമല്ല, അസൂയ തന്നെയാണ്. അസൂയ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവാം അവർക്ക്. ഈ അസൂയാലുക്കൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് എപ്പോഴും വിലങ്ങുതടിയായിട്ട് വരാറുമുണ്ട്. നമ്മുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കാൻ ഇങ്ങനെയുള്ളവർ ശ്രമിക്കും. മിക്കവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസൂയ ഉള്ളവരാണ്. പക്ഷെ ആരെയും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ദ്രോഹിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ നമ്മളെ നോക്കി അസൂയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മുന്നിൽ വിജയിച്ചതുകൊണ്ട് മാത്രമാണ്. അതുപോലെ നമ്മൾ അധികമായി ആരെയും വിശ്വസിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരെ നമ്മൾ മാക്സിമം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇത്തരക്കാരെ നമ്മൾ ലാഘവത്തോടെ എടുത്താൽ മാത്രം മതി. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ മനസ്സിലേക്ക് എടുക്കാതെ വിട്ട് കളയണം. നമ്മൾ വന്നതും ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക് പൊരുതി ജീവിച്ച് വിജയം കൈവരിച്ച് കാണിക്കണം. ആരിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ദീപക്കൊക്കെ. ആ പഴുത്ത ചക്ക അമ്മ വെട്ടി ഇരിഞ്ഞ് എടുക്കുകയാണ്. അതിനുശേഷം ഞാനത് വരട്ടാമെന്ന് വിചാരിച്ചു. വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പം ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഉരുളി വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ശർക്കര പതയൻ ശർക്കരയായിരുന്നു കേട്ടോ, അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചക്കപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ആ ചക്കപ്പഴം ഈ ശർക്കരപ്പാനിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒന്നിച്ചിടുമ്പോഴത്തേക്കും കട്ട പിടിച്ച പോലെ കിടക്കും. പക്ഷെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വരട്ടി വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് പാകത്തിനാകും. അതൊന്നും കട്ടയായിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കൈ വിടാതെ ഇനിയിപ്പം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ചക്കയൊക്കെ വരട്ടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന ഉരുളി തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇളക്കി വരട്ടുന്നത്. ഈ ചക്കയൊക്കെ വരട്ടുമ്പോൾ ഏറ്റവും പാടെന്ന് പറയുന്നത് ഈ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് കൈയൊക്കെ വേദനിക്കും. അങ്ങനെ കുറേ സമയം ഇളക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ദിനു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് ദിനു ഇങ്ങനെ ചക്ക വരട്ടി തരുമായിരുന്നു. അമ്മ ആ ഒരു സമയത്ത് പാത്തൂനെ ഉറക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ വരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ചധികം ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. ഏലക്കാപ്പൊടിയും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് പോവാണ്. ഇതിങ്ങനെ വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേസമയം കുമ്പിളപ്പം ഉണ്ടാക്കാനാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം നമ്മളാണെങ്കിൽ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനായിട്ടൊന്നും ഇല്ല, കുറച്ച് ചക്കപ്പഴല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൽവ പരുവത്തിലൊന്നും എടുക്കുന്നില്ല, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ എടുക്കുന്നത്. കാരണം ഇങ്ങനെയാണ് കഴിക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയപ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വേണ്ടപ്പോൾ എടുത്ത് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണയിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുമ്പിളപ്പം ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ചക്ക വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓംകാർ നാഥ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അവർക്ക് പേജുണ്ട്. അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന കുറേ അധികം ഓർണമെൻറ്റ്സ്. അതിനകത്ത് ഇയറിങ്സ് ഉണ്ടായിരുന്നു, നെക്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കുത്തിയോട്ടത്തിൻ്റെ സമയത്താണ് ഇവരിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുത്തിയോട്ടത്തിന് ഇത് ഞാൻ മാറി മാറി ഇടുമ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോഴാണെങ്കിലും ഈ ഒരു മാലയുടെ ഇട്ടപ്പോഴാണെങ്കിലും ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഓംകാർ നാഥ്സ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ ഫസ്റ്റിലെ അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഈ 2 ജുംക്കാസാണ് കേട്ടോ. മാറ്റ് ഫിനിഷ് ജുംക്കയാണ്. ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഗോൾഡൻ കളറിൽ സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഗ്രീൻ ആൻഡ് റൂബി കോമ്പിനേഷൻ സ്റ്റോൺസ് വരുന്നതും അതുപോലെ പിങ്ക് സ്റ്റോൺസ് വരുന്നതുമായിരുന്നു എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡായിട്ട് വരുന്നത് കളർ ചേഞ്ചബിൾ സ്റ്റഡാണ് കേട്ടോ. ഇത് വന്നിട്ട് 3 ഡിസൈൻസ് അവൈലബിൾ ആണ്. ഒരു ഇയറിങ്ങിൽ 7 കളേഴ്സ് കോംബോ ആണ് വരുന്നത്. നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് സ്റ്റഡ് നമുക്ക് ചേഞ്ച് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഇയറിങ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു സാരി ഉടുത്ത സമയത്ത്, സെറ്റ് സാരി ഉടുത്ത സമയത്ത് ഞാൻ ഇതിൽ കളർ ചേഞ്ച് ചെയ്ത് ഈ ഒരു ഇയറിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന ഇയറിങ്സ് എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ജർമ്മൻ സിൽവർ ഇയറിങ്സ് ആണ്. ഇത് 2 ടൈപ്പായിരുന്നു സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ സൈസിലുള്ള ഇയറിങ് തന്നെയാണ് കേട്ടോ. ഈ കമ്മലുകളുടെ 2 ഡിസൈനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണെങ്കിലും ഈ ഒരു മുത്തുകളും അതുപോലെ സ്റ്റോണും ഒക്കെ വന്നിട്ട് ആ ഒരു സിൽവർ കോംബോ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു. അപ്പം ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു നെക്ലേസ് ആണ്. ഇത് മാറ്റ് ഫിനിഷ് നെക്ലേസ് ആണ് വിത്ത് ഇയറിങ്സ്. ഈ ഒരു നെക്ലേസ് ഇട്ട ഫോട്ടോ കണ്ടിട്ടാണ് ഒരുപാട് എൻക്വയറീസ് വന്നത് കേട്ടോ. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട്. ഇതിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു നെക്ലേസ്. റൂബി ആൻഡ് ഗ്രീൻ ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണിത്. പിന്നെ അടുത്ത നെക്ക് പീസ് വന്നിട്ട് AD നെക്ലേസിൻ്റെ ആണ്. വിത്ത് ഇയറിങ്സ് ആണ് ഇത് വരുന്നത്. ഇതാണെങ്കിലും നല്ലൊരു സ്റ്റോൺ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സാരീസ് അതുപോലെ തന്നെ പാർട്ടി വെയർ അതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് മാച്ചായി പോകുന്ന ഒരു സ്റ്റോൺ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവരുടെ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും അതുപോലെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിലയാണെങ്കിലും ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഓർണമെൻറ്റ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് അവരുടെ പേജിൽ അവൈലബിൾ ആണ്. ആ പേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ചക്കവരട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്തുനെയും കുട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ് കേട്ടോ. അവൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ദിനുവിന് അവധിയുള്ള സമയത്ത് അവളെയും കൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി അച്ഛനും മോളും കൂടെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.